ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ക്രിയേഷൻസ്. ഇന്ന് നമ്മളൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. കോളിഫ്ലവർ ഫ്രൈ ആണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് എങ്ങനെ കോളിഫ്ലവർ ഫ്രൈ ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. സോ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. സോ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തെല്ലാം നോക്കാം. കോളിഫ്ലവർ ചെറുതായി അരിഞ്ഞത്, വെളുത്തുള്ളി, മുളക് പൊടി, സൺഫ്ലവർ ഓയിൽ, കറിവേപ്പില, ഇത്രയുമാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അത് നമുക്ക് അടുപ്പ് കത്തിച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് അല്പനേരം കോളിഫ്ലവർ വേവിക്കാം. ഒരു 5 മിനിറ്റ് വേവിച്ചാൽ മതി. അതിനുശേഷം നമ്മൾ ഓഫാക്കി അതിലെ വെള്ളമൊക്കെ നമുക്ക് ഊറ്റിയെടുക്കാം. അതിനുശേഷം കുറച്ചുകൂടി ഉപ്പ്, മുളക് പൊടി, വെളുത്തുള്ളി എന്നിവ ചേർത്ത് നന്നായി ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് നേരം അത് വെച്ചിരുന്നാൽ അത് അത്രയും ബെറ്ററായിട്ട് നമുക്ക് അതിൻ്റെ വേവിച്ചെടുക്കാൻ പറ്റും, പൊരിച്ചെടുക്കാൻ പറ്റും. നന്നായിട്ട് മിക്സ് ചെയ്യണം. അതിനുശേഷം നമുക്ക് അടുപ്പ് കത്തിച്ച് അതിൽ ഒരു ചീനച്ചട്ടി വെച്ച്, ഏത് പാത്രം വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പം ഞാനിവിടെ ഒരു ചീനച്ചട്ടിയാണ് വയ്ക്കുന്നത്, നോൺ സ്റ്റിക്കിൻ്റെ. അതിലേക്ക് അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. എണ്ണ നന്നായി ചൂടായതിനു ശേഷം വേണം നമ്മൾ കോളിഫ്ലവർ ഇട്ട് പൊരിച്ചെടുക്കാൻ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കോളിഫ്ലവർ കുറേശ്ശെ ഇട്ട് പൊരിച്ചെടുക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ പൊരിക്കാൻ. അധിക നേരം പൊരിക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ കുറച്ച് സമയം വേവിച്ചതാണ് ഇതിന് മുന്നേ. ജസ്റ്റ് ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോഴേക്കും നമുക്ക് അത് വാങ്ങി വയ്ക്കാം. കരിഞ്ഞു പോവാതെ നോക്കണം. ഓക്കെ, ഇപ്പോൾ ഏകദേശം നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കതൊരു അപ്പക്കോരി വെച്ചിട്ട് കോരി മാറ്റാം. ഞാനിപ്പോൾ ഇവിടെ ടിഷ്യൂ ഒന്നും ഉപയോഗിക്കുന്നില്ല. ടിഷ്യൂ ഉണ്ടെങ്കിൽ അത്രയും ബെറ്ററാണ്. അതിൽ എണ്ണ മുഴുവ അത് വലിച്ചെടുക്കും. സോ നമുക്ക് ബാക്കിയുള്ള കോളിഫ്ലവർ കൂടി ഇതിലേക്ക് ഇട്ട് മുരിച്ചെടുക്കാം. ഇത് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കോളിഫ്ലവറിൻ്റെ ഡിഷാണ്. നമുക്കിത് ചോറിലേക്കും ചപ്പാത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിൽ യൂസ് ചെയ്യുന്നുള്ളൂ. അപ്പം നമുക്ക് നന്നായിട്ട് എല്ലാ എണ്ണയിൽ നിന്നെല്ലാം കോരിയെടുത്ത് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാണ്. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില അവസാന സ്റ്റെപ്പായിട്ട് അതിലേക്കിട്ട് നന്നായിട്ടൊന്ന് മുരിച്ചെടുക്കാം. അതും കരിയാതെ നോക്കണം. അതിനുശേഷം നമുക്കത് കോളിഫ്ലവറിലേക്ക് ആഡ് ചെയ്യാം. ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ടും പിന്നെ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് നമുക്ക് കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. താങ്ക് യു.